ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയുടെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് പുതിയ കോച്ചായ ഗൗതം ഗംഭീർ. അടുത്തിടെ കോച്ചായി സ്ഥാനമേറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന് കീഴിൽ ഇന്ത്യക്ക് നേരിട്ട ആദ്യ തോൽവിയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലേത്. ഏറ്റവും ശക്തമായ ടീമിനെ ഇറക്കിയിട്ടും ഇന്ത്യക്ക് നേരിട്ട ഈ ദുരന്തം ഗംഭീറിനെ ഉലച്ചിരിക്കുകയാണ്. 33 റൺസിനാണ് രോഹിത് ശർമ്മയും സംഘത്തെയും ലങ്ക തകർത്തെറിഞ്ഞത്. തുടർച്ചയായ രണ്ടാമത്തെ കളിയിലും ഇന്ത്യൻ ബാറ്റിംഗ് നിര വലിയ ദുരന്തമായി മാറുകയായിരുന്നു. അതിൽ സംശയമില്ല. ഏറ്റവും മോശം രോഹിത് ശർമ്മയെ ഒഴിച്ചു നിർത്തിയാൽ മറ്റാരും തന്നെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചില്ല. 240 റൺസ് എന്ന അത്ര വെല്ലുവിളി ഉയർത്താത്ത വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് ആതിഥേയർ നൽകിയത്. പക്ഷേ ആദ്യ കളിയിലേതുപോലെ തന്നെ രോഹിത് ശർമ്മ തിളങ്ങിയതൊഴിച്ചാൽ ബാക്കി എല്ലാവരും ബാറ്റിംഗിൽ നിരാശപ്പെടുത്തുകയായിരുന്നു. അക്ഷർ പട്ടേലിന്റെയും ശുഭ്മാൻ ഗില്ലിന്റെയും ഇന്നിംഗ്സ് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ നാണം കെട്ടേനെ. വിക്കറ്റ് നഷ്ടമില്ലാതെ 96 റൺസ് എന്ന ശക്തമായ നിലയിൽ നിന്നാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര കൂപ്പുകുത്തിയത്. തുടർച്ചയായി രണ്ടാം ഏകദിനത്തിലും ബാറ്റിംഗ് നിരയിൽ നടത്തിയ ഗംഭീറിന്റെ പരീക്ഷണം ടീമിനെ തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തുന്നത്.